നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് കുട്ടികൾ ശാഠ്യം പിടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കരച്ചിലടക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മുടെ കയ്യിൽ നിന്നും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒന്ന് ഫോണ് തരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കളും. എന്നാൽ നമുക്ക് അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള ഡാറ്റകളും കാര്യങ്ങളും ഫോട്ടോസുകൾ വീഡിയോസുകൾ മറ്റുള്ളവർ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കും യഥേഷ്ടം തുറന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് തടയാൻ സാധിക്കും. എന്താണ് ആ ടെക്നിക്ക് എന്ന് നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അൾട്രാ ലോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ലോക്ക് സാധാരണ ഒരു ലോക്കല്ല, വളരെ അമേസിംഗ് ആയിട്ടുള്ള പല സിസ്റ്റങ്ങളും ഇതിൻ്റെ അകത്ത് ഒതുങ്ങിക്കിടക്കുന്നുണ്ട്. ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത, ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ലോക്കാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊരു പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഏരോ മാർക്കിൽ, താഴെയുള്ള ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം അതേ പിൻ നമ്പർ ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. മുകളിലുള്ള ആ പെർമിഷൻ ഗ്രാൻഡ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പെർമിഷൻ ഞാൻ അലോ ചെയ്ത് കൊടുക്കുകയാണ്. പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്ക് വന്നപ്പോൾ വീണ്ടും രണ്ടാമത്തെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുകയാണ്. പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഗാലറി അല്ലെങ്കിൽ വാട്സപ്പ്, ഇനി വാട്സപ്പ് മറ്റുള്ളവർ തുറന്ന് കാണരുതെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വാട്സപ്പ് നമുക്ക് ലോക്ക് ചെയ്യാം. പക്ഷേ ലോക്ക് ചെയ്യുന്ന സിസ്റ്റം ഒരു അമേസിംഗ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ആദ്യം നമുക്ക് ആ ലോക്ക് സിസ്റ്റം നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം. അതിനായിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ലോക്ക് സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ഓണിൽ തന്നെയാണ് ഉള്ളത്. അതിനുശേഷം നിങ്ങൾ ലോക്ക് ടൈപ്പ് പിൻ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പിൻ ടൈപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ സെറ്റ് ചെയ്ത ആ പിൻ ടൈപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമുക്കത് മാറ്റിയിട്ട് പാറ്റേൺ ആക്കാം. അതുപോലെ തന്നെ ഹവേഴ്സ് ആൻഡ് മിനിറ്റ്സ് ആക്കാം. അതായത് നമ്മുടെ മൊബൈലിൽ എത്രയാണോ ടൈം, ആ ടൈം എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ യൂസ്ഫുള്ളാണ് ഇത്. മറ്റുള്ളവർക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ ടൈം മാറുന്നതിനനുസരിച്ച് പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. എത്രയാണോ ടൈം, ആ ടൈം നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇത് തുറക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് മന്ത് നമുക്ക് തിരഞ്ഞെടുക്കാം. മിനിറ്റ് ആൻഡ് ഡേറ്റ് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ബാറ്ററിയിൽ എത്ര ശതമാനമാണ് ചാർജ് ഉള്ളത്, ആ ശതമാനം നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ ഇത് തുറക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബാറ്ററി ആൻഡ് മിനിറ്റ് തിരഞ്ഞെടുക്കാം. ഹവേഴ്സ് ആൻഡ് ബാറ്ററി തിരഞ്ഞെടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്കിതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം, മാറ്റാം, ഒന്നും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഹവേഴ്സ് ആൻഡ് മിനിറ്റ്സ് എന്ന് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനത് തിരഞ്ഞെടുത്തു. അതിനുശേഷം ഞാൻ ബാക്ക് വരികയാണ്. ബാക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസും ഒക്കെ നമുക്കിവിടെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഫോട്ടോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ വീഡിയോസ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഗാലറി പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്ക് വന്നിട്ട് ഫോട്ടോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസുകളൊക്കെ ഇവിടെ കാണിക്കും. ആ ഫോട്ടോസുകളൊക്കെ നമ്മൾ ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു പിൻ, അതായത് നമ്മൾ സെറ്റ് ചെയ്തത് നമ്മുടെ മൊബൈലിൻ്റെ മണിക്കൂറും മിനിറ്റുമാണ്. അത് ടൈപ്പ് ചെയ്താലല്ലാതെ ഒരാൾക്കും തന്നെ നമ്മൾ ആ ഫോട്ടോസോ വീഡിയോസോ ആപ്ലിക്കേഷൻസുകളോ തുറക്കാൻ സാധിക്കില്ല, കാണാൻ സാധിക്കില്ല. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു വാട്സപ്പ്, നമ്മൾ വാട്സപ്പ് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. വാട്സപ്പ് നമുക്കൊന്ന് ലോക്ക് ചെയ്യാം. എല്ലാ ആപ്ലിക്കേഷൻ്റെയും വലതുവശത്ത് ലോക്കിൻ്റെ ഒരു ചിഹ്നമുണ്ട്. ആ ലോക്കൊക്കെ തുറന്ന് കിടക്കുകയാണ്. ഞാനിപ്പോൾ വാട്സപ്പ് ഇവിടെ തിരഞ്ഞെടുക്കുമ്പോൾ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ വാട്സപ്പിൻ്റെ ആ ചിഹ്നത്തിൻ്റെ ലോക്കിൻ്റെ ചിഹ്നം ഇപ്പോൾ ലോക്കായിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പ് ഒന്ന് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് തുറക്കാൻ ശ്രമിക്കുകയാണ്. വാട്സപ്പ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ സാധാരണ പോലെ പിൻ നമ്പർ അടിക്കാനാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം തിരഞ്ഞെടുത്ത ആ പിൻ നമ്പർ അടിക്കുമ്പോൾ ഒന്നും ഇത് തുറക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ തിരഞ്ഞെടുത്തത്
ആർക്കും മനസ്സിലാകില്ലല്ലോ. അതായത് ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങൾക്കറിയാം, മൊബൈലിൻ്റെ മണിക്കൂറും മിനിറ്റുമാണ്. ഇവിടെ കാണിക്കുന്നത് 8:15 ഇപ്പോൾ 8:15 എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യണം. അതായത് 08:15 അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് തുറക്കാൻ സാധിക്കുള്ളൂ. ഞാനിപ്പോൾ 08:15 ഇവിടെ ടൈപ്പ് ചെയ്തു. ഉടനെ തന്നെ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ 8:16 ആയിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന ഉടനെ തന്നെ 8:16 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ വാട്സപ്പിൽ നിന്ന് പുറത്ത് പോവുകയാണ്. എന്നിട്ട് വീണ്ടും വാട്സപ്പ് തുറക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെയും അത് ലോക്കായിട്ടുള്ളത്. ഞാൻ 8:15 അടിച്ചാൽ തുറക്കാൻ കഴിയില്ല. ഞാൻ കാണിച്ചു തരാം. 08:15 ഞാനിവിടെ ടൈപ്പ് ചെയ്തു. റോങ് പിന്നെന്നാണ് കാണിക്കുന്നത്. അതായത് 1 മിനിറ്റ് മാറി 8:16 ആയി. ഞാൻ വീണ്ടും 08:16 എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഉടനെ അത് തുറന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ അമേസിംഗ് ആയിട്ടുള്ള, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ലോക്കാണ് ഈ അൾട്രാ ലോക്ക് എന്ന ആപ്ലിക്കേഷൻ്റെ അകത്തുള്ളത്. എനിക്ക് വളരെ അമേസിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത ഇതേപോലുള്ള ടെക്നിക്ക് പരമായിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് വീണ്ടും ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.